ഹായ് ഫ്രണ്ട്സ്, സാബിന മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. OTT അപ്ഡേറ്റ് മാത്രമല്ല, നാളെ തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകൾ ഏതൊക്കെയെന്നുള്ളതാണ്. ഇന്ന് OTT റിലീസ് ചെയ്ത സിനിമകളും സീരീസുകളും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം, അതായത് നാളെ OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും സീരീസുകളും ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന OTT അപ്ഡേറ്റുകളും അതുകൂടാതെ നാളെ, അതായത് ജൂലൈ മാസം 26-ാം തീയതി തിയേറ്റർ റിലീസ് ചെയ്യുന്ന സിനിമകളും ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഒന്ന് വലിയൊരു വീഡിയോ, ചിലപ്പം കുറച്ച് ലെങ്തി വീഡിയോ ആയിരിക്കും. എല്ലാവരും മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്ഡേറ്റുകൾ എല്ലാം കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകളാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. സിനിമകളും സീരീസുകളും ഒക്കെ കണ്ട് റിവ്യൂസ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഇതിനു മുമ്പേ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ചാനൽ കണ്ടു നോക്കുക. ചാനലിൽ കയറി വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം. ആദ്യം തന്നെ നമുക്ക് നാളെ തിയേറ്റർ റിലീസ് ചെയ്യുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ ലെവൽ ക്രോസ് എന്നൊരു മലയാള സിനിമയാണ്. ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ആസിഫ് അലിയും അമര പോളും അതുപോലെ ഷറഫുദ്ദീനൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. മലയാള സിനിമയാണ്. രണ്ടാമത്തത് ഒരു മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് സീക്രട്ട് എന്ന് പറഞ്ഞ സിനിമ. SN സ്വാമിയുടെ ആദ്യത്തെ സംവിധാന സംരംഭമാണ്. ധ്യാൻ ശ്രീനിവാസൻ, അപർണദാസ് എന്നിവർക്കാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തെ സിനിമ നമ്മുടെ മറിമായം ടീം ഒരുമിക്കുന്ന അവരുടെ ഒരു സിനിമയാണ്, ഒരു കോമഡി മൂവിയാണ്. മണികണ്ഠൻ പട്ടാമ്പി, രചന നാരായണൻകുട്ടി, പിന്നെ അതുപോലെ തന്നെ വിനോദ് കൗർ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമ പഞ്ചായത്ത് ചെട്ടി എന്ന സിനിമ. ഈ സിനിമയും നാളെയാണ് റിലീസ് ചെയ്യുന്നത്, തയ്യാറെടുക്കുന്നത് ജൂലൈ മാസം 26-ാം തീയതി. അടുത്ത സിനിമയാണ് ഹൈലൈറ്റ്. 24 വർഷത്തിന് ശേഷം റിലീസ് ചെയ്യുന്ന നമ്മുടെ ലാലേട്ടൻ്റെ ദേവദൂതൻ എന്ന് പറഞ്ഞ സിനിമ. ഒരു റിലീസാണ്. ആ സമയത്ത് റിലീസ് ചെയ്ത സമയത്ത് കാലം തെറ്റി ഇറങ്ങിയ സിനിമ എന്ന് പറഞ്ഞാൽ ഫ്ലോപ്പായി പോയ സിനിമയായിരുന്നു. കുറേ ആൾക്കാർ ഈ സിനിമ ഇപ്പോൾ റിലീസ് ചെയ്തിരുന്നെങ്കിൽ എന്നൊരു അഭിപ്രായങ്ങളൊക്കെ വന്നിരുന്നു. ഇപ്പോൾ റിലീസിൻ്റെ കാലമാണല്ലോ. തമിഴിൽ ഒരുപാട് സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. ലാലേട്ടൻ തന്നെ മലയാള സിനിമയായ സ്ഫടികം റിലീസ് ചെയ്ത് വിജയിച്ചിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നാളെ ദേവദൂതൻ നമ്മുടെ തിയേറ്ററിലൊക്കെ റിലീസ് ചെയ്തിട്ട് റീമാസ്റ്റേർഡ് പ്രിൻ്റാണ് റിലീസ് ചെയ്ത് വിജയിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. എന്തായാലും കാണണം വിചാരിക്കേണ്ട. പക്ഷേ നാളെ കാണാൻ പറ്റുമോ എന്നറിയില്ല. നാളെ എന്തായാലും എനിക്ക് ഒരു ഇംഗ്ലീഷ് മൂവി ഉണ്ട്, ഒരു ഹോളിവുഡ് മൂവി റിലീസ് ചെയ്യുന്നുണ്ട്. ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ എന്ന് പറഞ്ഞ സിനിമ. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലേക്ക് ഡെഡ്പൂളിനെ കൊണ്ടുവരുന്നത്, ഡെഡ്പൂളും മാർവൽ പിന്നെ അതുപോലെ തന്നെ വോൾവറിനൊക്കെ വരുന്ന ഒരു സംഭവമാണ്. ഒരു കിഡ്ലൻ ഐറ്റ് ആയിരിക്കുന്നതാണ്, കിഡ്ലൻ ഐറ്റ് ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അന്യരാജ്യങ്ങളിലൊക്കെ ഇറങ്ങി പല സ്ഥലങ്ങളിൽ ഇറങ്ങി കഴിഞ്ഞു ഈ ഒരു സിനിമ. നാളെ ഈ ഒരു സിനിമ കാണണമെന്നാണ് വിചാരിക്കുന്നത്. ഈ സിനിമയല്ലാതെ പിന്നുള്ള ലെവൽ ക്രോസ്, സീക്രട്ട്, കൂടാതെ പഞ്ചായത്ത് ചെട്ടി, ഈ എല്ലാ സിനിമകളും കാണുന്നുണ്ട്. നാളെ എന്തായാലും ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ ആണ് സിനിമയാണ് കാണാൻ ഉദ്ദേശിക്കുന്നത്. അത് കണ്ടിട്ട് അടുത്തടുത്ത ദിവസങ്ങളിൽ മറ്റുള്ള സിനിമകൾ കണ്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് റിവ്യൂ എത്തിക്കുന്നതാണ്. എന്തായാലും ഡെഡ്പൂളിൻ്റെ റിവ്യൂ നാളെ വൈകുന്നേരത്തേക്ക് എന്തായാലും നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ ഒരു ഹിന്ദി മൂവിയാണ്. ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. ഏക് കോരി പ്രേം കഥ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജിയോ സിനിമ വഴി ഈ സിനിമ ഇന്ന് ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു ഹിസ്റ്ററി ഡ്രാമ വാർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. വൺ ലൈഫ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ബുക്ക് മൈ ഷോസ് വഴി ഒരു സിനിമ ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമായിട്ട് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തൊരു തെലുങ്ക് ഡ്രാമ ത്രില്ലർ മൂവിയാണ്. ഏവം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തെലുങ്ക് വഴി തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ട് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ മിനിസ്ട്രി ഓഫ് ജെന്റിൽമാൻലി വാർഫെയർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ബ്ലൂറേ പതിപ്പ്, അതായത് ആമസോൺ പ്രൈമിലൊക്കെ ഈ സിനിമ ഒരു ആക്ഷൻ വാർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ റിലീസ് ചെയ്തു. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, മലയാളം, കന്നഡ ഭാഷകളിലായിട്ടാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു ഇംഗ്ലീഷ് മൂവി തന്നെയാണ്. എ ക്വിറ്റ് പ്ലേസ് ഡേ 1 എന്നാണ് സിനിമയുടെ പേര്. ഇംഗ്ലീഷ് ഭാഷയിൽ ഈ സിനിമ ഡേറ്റ് റിലീസ് ചെയ്തിട്ടുണ്ട്. ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയും സിനിമകൾ ആണ് ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തിട്ടുള്ളത്, ജൂലൈ മാസം 25-ാം തീയതി. ഈ ജൂലൈ മാസം 26-ഉം 27-ഒക്കെ റിലീസ് ചെയ്യുന്ന സിനിമകൾ ഏതൊക്കെയാ നോക്കാം. അതിൽ ഒന്നാമത്തത് മിസ്റ്റർ ആൻഡ് മിസ്സിസ് മഹി എന്ന് പറഞ്ഞ സിനിമയാണ്. ഡ്രാമ റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെട്ട ഹിന്ദി മൂവിയാണ്. ജാൻവി കപൂർ അതുപോലെ തന്നെ രാജ്കുമാർ റാവു ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഹിന്ദി ഭാഷയിലായിട്ട് റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഒരു തമിഴ് ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. സത്യരാജ് ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത വെപ്പൺ എന്ന് പറഞ്ഞ സിനിമ. ആഹാ തമിഴ് വഴിയാണ് ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തത് മനോജ് ബാജ്പേയി പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഹിന്ദി ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് ഭയ്യ ജി എന്ന് പറഞ്ഞ സിനിമ. സീഫ വഴി ഈ ഒരു സിനിമ ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഒരു ഹിന്ദി ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് ബ്ലഡി ഇഷ്ക് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. ചിലപ്പോൾ ഈ സിനിമയുടെ മൾട്ടി ലാംഗ്വേജ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.
അടുത്തത് ഒരു സീരീസ് ആണ്, ഒരു തമിഴ് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സീരീസ് ആണ്. ചട്നി സാമ്പാർ എന്നാണ് ഈ ഒരു സീരീസിന്റെ പേര് വരുന്നത്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി ഈ ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സീരീസ് പിന്നെ ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യുന്നതാണ്. യോഗി ബാബു ഒക്കെയാണ് ഈ സീരീസിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അടുത്തത് നാളെ വൈകുന്നേരം, നാളെ രാത്രിയോടുകൂടി രാത്രി 12 ശേഷം റിലീസ് ചെയ്യാൻ തിരഞ്ഞെടുക്കുന്നത്, അതായത് പിന്നെ ജൂലൈ മാസം 27-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമയാണ് ഭരതനാട്യം എന്ന് പറഞ്ഞ സിനിമ. തെലുങ്ക് മൂവിയാണ്, ത്രില്ലർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ആഹാ തെലുങ്ക് വഴി ഈ ഒരു സിനിമ നാളെ രാത്രി 12 ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് പാരഡൈസ് എന്ന് പറഞ്ഞ മലയാള സിനിമയാണ്. റോഷൻ മാത്യു അതുപോലെ തന്നെ ദർശനൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. മനോരമ മാക്സ് വഴിയാണ്, മനോരമ മാക്സ് അതുപോലെ തന്നെ സിംപ്ലി സൗത്ത്, ഇന്ത്യക്ക് പുറത്ത് സിംപ്ലി സൗത്തിലായിട്ടാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തത്. രാത്രി 12 മണിക്ക് ശേഷമാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തത് ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഹിന്ദി മൂവിയാണ്. ചൽട്ടി രഹേ സിന്ദാഗി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. C5 ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത ഒരു കൊറിയൻ മൂവിയാണ്, കൊറിയൻ സയൻസ് ഫിക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. വണ്ടർലാൻഡ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ കൊറിയൻ ഭാഷയിൽ റിലീസ് ചെയ്യുന്നതാണ്. ചിലപ്പോൾ ഇംഗ്ലീഷ് ഹിന്ദി ഭാഷയിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ്, ഇത്രയും സിനിമകൾ സീരീസുകളാണ് ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യുന്നതായിട്ടുള്ളത്. വേറെ ഏതെങ്കിലും സിനിമകൾ ആമസോൺ പ്രൈമിലൊക്കെ വേറെ ഏതെങ്കിലും സർപ്രൈസ് റിലീസുകളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തത് ഇനി നമുക്ക് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്നാമത്തത് ഒരു മലയാളം മൂവിയാണ്. പ്രാപ്പെട്ട എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സൈനപ്ലേ OTT പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ഈ സിനിമയുടെ കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. എന്നാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ സിനിമയുടെ ഡേറ്റ് കാര്യങ്ങളൊക്കെ അവർ ഒഫീഷ്യലായി പുറത്തു വിടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മുന്നിലേക്ക് ഈ സിനിമയുടെ അപ്ഡേറ്റ് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. അടുത്തത് ഹിന്ദി ഹൊറർ കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് മൂഞ്ചിയ എന്ന് പറഞ്ഞ സിനിമ. സ്ത്രീ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ഒരു സിനിമയാണ്. പിന്നെ തിയേറ്റർ റിലീസ് ചെയ്ത് നല്ലൊരു വിജയം കരസ്ഥമാക്കിയ സിനിമയാണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി ഒരു സിനിമ ആഗസ്റ്റ് മാസത്തിൽ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഒരു സീരീസ് ആണ്, ഒരു ഇംഗ്ലീഷ് സീരീസ് ആണ്. ലോർഡ് ഓഫ് ദ റിങ്സിന്റെ ഒരിക്കലായിട്ട് വരുന്ന സംഭവമാണ്. ദ റിങ്സ് ഓഫ് പവർ എന്നാണ് ഈ ഒരു സീരീസിന്റെ പേര് വരുന്നത്. പുതിയ സീസണാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ആഗസ്റ്റ് മാസം 29-ാം തീയതി. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ആഗസ്റ്റ് മാസം 29-ാം തീയതി ഈ സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അടുത്ത തിയേറ്ററിൽ 1000 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി വൻ വിജയമായി മാറിയ കൽക്കി 98 AD എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ആഗസ്റ്റ് മാസം 2nd വീക്ക്, രണ്ടാമത്തെ ആഴ്ച ഈ സിനിമ ആമസോൺ പ്രൈമിൽ തെലുങ്ക്, തമിഴ്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് റിലീസ് ചെയ്യുന്നതായിരിക്കും. ഹിന്ദി ഭാഷയിൽ നെറ്റ്ഫ്ലിക്സിലാണ് റിലീസ് ചെയ്യുന്നത്. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ സെപ്റ്റംബർ മാസത്തിൽ റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകൾ, ഇത്രയും സിനിമകളും സീരീസുകളാണ് പിന്നെ ഇന്ന് റിലീസ് ചെയ്തതും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതും ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളും ജൂലൈ മാസം 26-ാം തീയതി, അതായത് നാളെ തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും ഒക്കെ ആയിട്ടുള്ള അപ്ഡേറ്റുകൾ ഇതൊക്കെയാണ്. ഈ ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നിങ്ങൾ കാണാൻ ഉദ്ദേശിക്കുന്നത്, ഇതൊക്കെ നിങ്ങൾ കണ്ടു, നാളെ ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാൻ ഉദ്ദേശിക്കുന്നത്, പിന്നെ കാത്തിരിക്കുന്നത് ഏതൊക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഞാൻ എന്തായാലും നാളെ ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ എന്ന് പറഞ്ഞ സിനിമ എന്തായാലും ഉച്ചയ്ക്കാണ് ഷോ. ഉച്ചയ്ക്ക് തന്നെയാണെന്ന് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ ബുക്ക് ചെയ്തിട്ടില്ല. രാവിലത്തെ ഷോ എന്താ ഞാൻ നോക്കിയില്ല. ചിലപ്പോൾ രാവിലത്തെ ഷോ ആണ്, രാവിലെ തന്നെ പോകാൻ ശ്രമിക്കുന്നതാണ്. എത്രയും പെട്ടെന്ന് തന്നെ റിവ്യൂ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ പിന്നെ പാരഡൈസ് എന്ന് പറഞ്ഞ സിനിമ ഇന്ന് രാത്രി റിലീസ് ചെയ്യുന്നതാണ്. കണ്ട് നാളെ രാവിലെ തന്നെ അതിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും